ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കുട്ടികളുടെയൊക്കെ റൂമിൽ വാൾ ഡെക്കറിനെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സിമ്പിൾ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചാർട്ട് പേപ്പറും കത്രികയും സ്കെയിലാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. ഒരു പെൻസിലും ഗ്ലൂ ഒന്നും വേണ്ട. പിന്നെ ചാർട്ട് പേപ്പറാണ് നല്ലത് കേട്ടോ. A4 ഷീറ്റ് പേപ്പറിനേക്കാളും കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിന് നല്ലത്. അപ്പോൾ ഞാൻ എന്താ അവിടെ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവൊക്കെ ഞാനിവിടെ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ കറക്റ്റ് അളവിൽ വരയൊന്നും ശരിയാതെ കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളാണ് നമ്മുടെ ചാനൽ കൂടുതലും കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ 4 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. ഇനി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. സ്കെയിൽ വെച്ച് മടക്കായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ കറക്റ്റ് നമ്മൾ വരച്ചേ കൂടെ നമുക്ക് കിട്ടും. നമ്മൾ ഈ മടക്കണത് അങ്ങാനും ചെരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരില്ല കേട്ടോ. അതുകൊണ്ട് അളവെടുത്ത് വരയ്ക്കുമ്പോഴും നമ്മൾ മടക്കി കൊടുക്കുമ്പോഴും കറക്റ്റ് അളവിൽ എടുത്ത് വരയ്ക്കാനും അതുപോലെ തന്നെ ആ വരച്ചതിൽ കൂടെ തന്നെ മടക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ 4 സൈഡ് നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് മടക്കിയിട്ടുണ്ട്. ഇനി ഒരു ക്യൂബ് പോലെ നമുക്കിത് മടക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. ഈ 4 മൂലകളിലും നമുക്കിതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് ഊരിപ്പോരുന്നില്ല കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതൊരു വാൾ ഡെക്കറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരിക്കും ചുമലിലൊക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസ് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതി വെക്കാം. അപ്പം ഞാൻ എന്താ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ റൂമിലേക്ക് ആയത് കാരണം ഇതേപോലെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ചുമരിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് തുറന്നിട്ട് നമ്മുടെ പേപ്പർ ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യാനുസരണം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ റൂമിലൊക്കെ കളർഫുള്ളായിട്ട് പല കളേഴ്സിലൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇതേപോലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. നമുക്കിത് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ചുമരിൽ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കനം കുറവായത് കാരണം വീണ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. കുറേ നാൾ അതുപോലെ തന്നെ അവിടെ ഇരുന്നോളും. അങ്ങനെ ഞാൻ എന്താ അവിടെ നമ്മുടെ വാളിലത് ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ പല കളേഴ്സിലൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും, നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.